മാതാപിതാക്കളെ ഇന്ന് ദൈവക്കാരെ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവരെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവക്കാരെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ചും പൈതങ്ങളെ ദൈവക്കാരെ ഏൽപ്പിക്കുന്നു. വചനം പറഞ്ഞു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരും, അവരെ തടുക്കരുത്. പൈതങ്ങൾ ദൈവസന്നിധി വിട്ടുകൊണ്ട് ദൈവത്തിന് അനുകൂലമായി ദൈവ ഇഷ്ടത്തിന് വളർത്തി കൊടുക്കുക. അവരുടെ ദൈവ കൃപയിലും സഹായിക്കണമേ. അവരുടെ ധന്യമായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവരിങ്ങനെ പ്രാപിച്ചുകൊണ്ട് അവർ ഭവനത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ധന്യമായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയ്ക്കൊക്കെ ചോദിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വേദിയിലിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ, പ്രിയ കുടുംബാംഗങ്ങളെ, അല്പസമയം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരുന്നാൽ നമ്മുടെ ദൈവം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതുപോലെ നമ്മളൊരു തലമുറയുടെ ലേബലിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പിതാവായ സഖറിയ സഫീറ ദമ്പതികളുടെ പിൻതലമുറക്കാരൻ നിലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർമ്മിക്കുന്നത് 133 സങ്കീർത്തനം 1-ാം വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അപ്പോൾ ഈ മനോഹരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്പസമയം ഞാനൊരു 10 മിനിറ്റുകളിൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷ അല്ലല്ലോ, എങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ കൂട്ടായ്മകളെ ദൈവം അനുഗ്രഹിക്കും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് താമസിക്കുന്നത്, ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അല്പസമയം ഇവിടെ ശ്രദ്ധയ്ക്ക് 5 മിനിറ്റ് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തും നിശ്ചയം. നമ്മൾ കുടുംബപരമായിട്ട് വിവിധ ഫാമിലിയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഒന്നിച്ചുകൂടി ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ സാധിച്ചാൽ ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദൈവമാണ്. അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. സങ്കീർത്തനങ്ങൾ 73-24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ തൻ്റെ ആലോചനയാൽ നമ്മെ നടത്തുന്നു, അവൻ്റെ ആലോചനയാൽ നമ്മെ നടത്തുന്നു, പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആലോചനയിൽ നടക്കുവാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ പ്രിയ അപ്പച്ചൻ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു കാണാം. അവർ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, അവർ സ്കൂളിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, അവർ ജ്ഞാനത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം, ജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം, ശലോമോനെ പോലെ എന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ജ്ഞാനം? നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്ന മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവ പറയുന്നത് കേൾപ്പിൻ, തന്റെ നാമത്തെ അറിയുന്നത് ഭയപ്പെടുന്നത് തന്നെ ജ്ഞാനം. ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നത് തന്നെ ജ്ഞാനം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. സങ്കീർത്തനം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം തന്നെ നമ്മെ ഓർപ്പിക്കും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അങ്ങനെയുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ തലമുറകളും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ കുറിവചനം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ
അവർ വളരെ ചെറുതായിരിക്കുമ്പോൾ ഒന്നിൽ അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടോ ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവർ എന്തെല്ലാം കാര്യം പറയുന്നത്, അപ്പനോട് പല കാര്യങ്ങളും പറയും. അപ്പനോട് അല്ലെങ്കിൽ അമ്മയോട് അവർക്ക് അറിയാവുന്നത് മാക്സിമം കാര്യം പറയും. ഭൂലോകത്തിലെ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവർ തൻ്റെ അപ്പൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ട്. അവർ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക, ഈ അപ്പൻ്റെ കരത്തിൽ പിടിച്ചില്ല എങ്കിൽ അവർ വഴിയിലൂടെ നടക്കുമ്പോൾ അപ്പൻ്റെ കരം പിടിക്കാതെ ഓടുക എന്ന് വിചാരിച്ചോ, ഏതെങ്കിലും റോഡിൽ ഓടുക എന്ന് വിചാരിച്ചോ, അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വളർന്നു വരുമ്പോൾ, ദേശത്ത് നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് പിടിക്കുവാനായിട്ടൊരു അപ്പനുണ്ട്. മാത്രമല്ല ഈ അപ്പൻ നമ്മൾ പിടിക്കുക മാത്രമല്ല, ഈ അപ്പൻ നമ്മുടെ കരം പിടിക്കുന്ന ദൈവമാണ്. ഈ ഒരു പ്രമാണം നമ്മൾ പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ എന്നാൽ അവൻ നിങ്ങളിലേക്ക് തിരിയും. ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ആലോചനയിൽ നടക്കുവാൻ തക്കവണ്ണം, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം. ശരിക്കും നമ്മൾ ഈ ലോകത്തില് മാക്സിമം എത്ര വർഷം ജീവിക്കും? മാക്സിമം 80, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയിട്ട് 90, 100. 100 കഴിയുന്നത് വളരെ ചുരുക്കമാണ്, അല്ലയോ? ഈ കാലത്ത് 100 കടക്കുന്ന ഒരു ചുരുക്കമാണ്. 100 കടന്നു കഴിഞ്ഞാൽ അനുഗ്രഹം. പക്ഷെ ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്തുമാത്രം ക്വാളിറ്റിയോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു എന്നത് നമ്മൾ ചിന്തിച്ചോളണം. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കറിയാം 21-ാം നൂറ്റാണ്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നൂറ്റാണ്ടാണ്. ഞാൻ ഈ കേരളത്തിലെ ബ്രോഡ്ബാൻഡ് സെക്ഷന്റെ ചുമതല വഹിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, നമ്മുടെ ഡാറ്റ ഇന്ന് ജനങ്ങൾ ഉപയോഗിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ഫാമിലീസും യൂസ് ചെയ്യുന്ന ഡാറ്റ, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗം വന്നുകൊണ്ട് ഡാറ്റയുടെ ഉപയോഗം എക്സ്പോണൻഷ്യലായിട്ട് വളരുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല കുറ്റം പറയുകയാണ്, അവരൊന്നും പരിചയപ്പെട്ടില്ല. നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാനുള്ള ഒരു വിമുഖതയാണ് ഇന്ന് പ്രശ്നം. കഴിഞ്ഞോണം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ കുടുംബങ്ങളെയും നമ്മൾ വിളിക്കും. അപ്പൊ അവർ മുന്നോട്ട് വന്ന്, ഞാൻ അവരുടെ ഒരു ജനറേഷൻ പറയാം, അതിനനുസരിച്ച് അവർ വന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർ, ഞാൻ, എൻ്റെ പേര്, എന്ത് ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രം, ഒത്തിരി സമയം എടുക്കരുത്. നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ട് മാത്രം കണക്കാക്കി വളരെ വേഗം മുന്നോട്ട് കടന്നു വരിക. മറ്റുള്ളവരെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ കുടുംബവുമായിട്ട് അവർ ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. അത് നമ്മൾ വരുന്ന വർഷത്തിൽ നമുക്കൊരു മാഗസിൻ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ ഒരു ഫാമിലി മാഗസിൻ. അതിനകത്ത് നമ്മുടെ ഫാമിലി ഫോട്ടോ, ആ ഫാമിലിയെ പ്രതിനിധീകരിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ, അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, പിന്നെ ആ ഫാമിലിയെ പറ്റിയുള്ള ഒരു ചെറു വിവരണം അടങ്ങിയ ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ തുടക്കം എന്നോണമാണ് ഈ ഫോട്ടോ നമ്മൾ എടുക്കുന്നത്. വലിയ ഭാരിച്ച ഒരു ചെലവുള്ള ഒരു പദ്ധതിയാണ് ഈ മാഗസിൻ. കളർ ഫോട്ടോ ഉൾപ്പെടെയുള്ള നല്ല ഒരു 10-25 വർഷത്തേക്ക് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു മാഗസിൻ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ ഒരു മാഗസിൻ എല്ലാ ഫാമിലിക്കും ഒരു കോപ്പി കിട്ടത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അവസരം കൂടെയാണ്. അപ്പോൾ ഓരോ ഫാമിലിയും വിളിക്കുന്ന അവസരത്തിൽ അവർ ഫാമിലിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയും ഫാമിലിയായിട്ട് മുന്നോട്ട് വരികയും അവരെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഓപ്പണിങ്ങിനായിട്ട് ഇന്ന് ആദ്യം വന്ന ഫാമിലിയെ തന്നെ ആദ്യം ക്ഷണിക്കുന്നു. കണ്ണംകുഴി കുടുംബത്തിലെ സഖറിയ സഫീറ ദമ്പതികളുടെ 7ാമത്തെ മകൻ ജോയൽ ലില്ലി ദമ്പതികളുടെ മകൾ ലീല ജനാർദ്ദനൻ, അവരുടെ 3ാമത്തെ മകൻ ജയരാജ്, സജിത, ആഷിഖ്, മക്കൾ ആഷിഖ് ആൻഡ് ആകാശ്. ദയവായി വളരെ വേഗം അവർ മുന്നോട്ട് വരിക.
ആദ്യമായിട്ട് കണ്ണൻകുഴി ഫാമിലി മീറ്റിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ആളുകളെയും ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം അറിയിക്കുകയാണ്. എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയുണ്ടായി. എൻ്റെ പേര് ജയരാജ് എന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച വിവരങ്ങൾ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ്. പേരുള്ള SLP ഫാമിലി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. എൻ്റെ വൈഫ് സജിത ഹൗസ് വൈഫാണ്. മൂത്ത മകൻ ആഷിഖ് ജയരാജ് +1 KV SLP കേന്ദ്ര വിദ്യാലയ SLP പേരുള്ള പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ആകാശ് ജയരാജ് KV SLPയിലെ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള വിവരങ്ങൾ. എൻ്റെ പേര് ദാസ്കുഞ്ഞ് എന്നാണ്. ഞാൻ കണ്ണൻകുഴി ഫാമിലിയിലെ 6ാമത്തെ അപ്പൂപ്പൻ യോന അപ്പൂപ്പൻ്റെ 3ാമത്തെ മകൻ ചെല്ലപ്പ് അവരുടെ മൂത്ത മകനാണ്. എൻ്റെ ഭാര്യ അമ്പിളി. ഞങ്ങൾക്ക് 2 പിള്ളേർ. മകൻ അഖിൽ, രണ്ടാമത്തത് മകൾ അഖില. രണ്ടുപേരും വിദ്യാഭ്യാസത്തിലാണ്. ഞാൻ മരപ്പണിയാണ് എൻ്റെ തൊഴിൽ. മകൻ നമ്മുടെ രക്ഷാധികാരിയായ ചെല്ലപ്പൻ ബെൽസമ്മ അവരുടെ മകനാണ് ദാസ് കുഞ്ഞൻ. അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇവിടെ ഇപ്പോൾ പ്രസന്റ് ചെയ്തത്. അടുത്ത ഫാമിലി ഷൈജു ആൻഡ് അനു ഫാമിലി. ലോർഡ് സക്കറിയ സഫീറ ദമ്പതികളുടെ 6ാമത്തെ പുത്രനായ യോനയുടെയും എമ്മിയമ്മയുടെയും 4ാമത്തെ മകനായ കുഞ്ഞപ്പി ലീല ദമ്പതികളുടെ ആദ്യത്തെ പുത്രനാണ് ഞാൻ. എൻ്റെ പേര് ഷൈജു KK. ഇത് എൻ്റെ ഭാര്യ അനു മോഹൻ. ഞാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെങ്കിൽ ജോലിയൊന്നുമില്ല. ഈ കണ്ണൻകുഴി ഫാമിലി ഓർഗനൈസേഷൻ്റെ നിരവധി പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അത്രയും. സന്തോഷ് കുമാർ ആൻഡ് സ്വപ്ന ഫാമിലി. സഫീറ ദമ്പതികളുടെ മകൾ റെബേക്ക, അവരുടെ മകൾ പൊസിയമ്മയുടെ മകൾ ശ്യാമള നീലകണ്ഠൻ ദമ്പതികളുടെ മകൻ, മൂത്ത മകൻ സന്തോഷ്. ശ്യാമള വിശ്വനാഥൻ്റെ മകൻ സന്തോഷ് കുമാറാണ്. ഞങ്ങൾ 4 പേരുണ്ട്. അതിൽ 3ാമത്തെ അനിയനും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. ഞാൻ സംസ്ഥാന വികസന വകുപ്പിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ സ്വപ്നകുമാരി ഹെൽത്ത് ഡയറക്ടറേറ്റിൽ ജോലി ചെയ്യുന്നു. ഡോക്ടറാണ്. മകള് അല ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അടുത്ത കുടുംബം റെനി പിയേഴ്സൺ ആൻഡ് ധന്യ ഫാമിലി. സഖറിയ സഫീറ ദമ്പതികളുടെ മൂത്ത മകൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മൂത്ത മകൻ തോമസ് ജോഷുവ റോസിലി ദമ്പതികളുടെ 3ാമത്തെ മകൻ ജോൺ പിയേഴ്സൺ റൂബി ജോൺ അവരുടെ 3ാമത്തെ മകൻ റെനി പിയേഴ്സൺ ആൻഡ് ഫാമിലി. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ പരിചയപ്പെടുത്താനാണ്. പക്ഷേ എനിക്ക് കണക്ക് പ്രകാരം അറിയാമോ, 1133 അതാണ് എൻ്റെ നമ്പർ 4. സോ എൻ്റെ പേര് റെനി പിയേഴ്സൺ ആണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് നെട്ടയത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്, പോപ്പുലർ മാലിയുടെ അവിടുത്തെ ബ്രാഞ്ച് മാനേജറാണ് ഞാൻ. ഇതെൻ്റെ മമ്മി റൂബി പിയേഴ്സൺ ഞങ്ങളുടെ കൂടെയാണ്. ഇതെൻ്റെ വൈഫ് ധന്യ റെഡി. അതെൻ്റെ മോള് ജുലീഷ റെഡി. ക്രൈസ്റ്റ് സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. ഞാൻ പോപ്പുലർ സ്കൂളിലാണ്. ഇന്ന് ലീവ് എടുത്തു. സഖറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോന അമയമ്മ ദമ്പതികളുടെ 1ാമത്തെ മകൻ സ്റ്റീഫൻ സെൽവി ഭായ് ദമ്പതികളുടെ
നാലാമത്തെ മകൻ ലിയർ യുവാമ ഫാമിലി. പ്ലീസ് കം ഫോർവേഡ്. മൂത്ത മകൻ്റെ നാലാമത്തെ മകനാണ് ലിയർ എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ജോലി പാസ്റ്ററാണ്. ഭാര്യ യുവാമ, മൂത്ത മകള് സിൻസി, മൂത്ത മകനുണ്ട്, അവൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്, 2ാമത്തെ വർഷം. മൂന്നാമത്തെ മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളെ താങ്ക് യു. സഖറിയ സഫീറ ദമ്പതികളുടെ ആദ്യപുത്രൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ ആദ്യപുത്രൻ തോമസ് ജോഷുവ ആൻഡ് റോസ്ലി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ ജോൺ പിയേഴ്സൺ റൂബി ജോൺ ദമ്പതികളുടെ മൂത്ത മകൾ റീജ ആൻഡ് ഫാമിലി. കണ്ണൻകുഴി കുടുംബ സംഗമത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തി ഒന്നുകൂടി പറയാം. എൻ്റെ പേര് ഡോക്ടർ റീജ പിയേഴ്സൺ. ഞാൻ 1133 റോഡ് നമ്പറേ അറിയാവൂ, ഫാമിലി പറയാൻ അറിയില്ല, മോളാനെല്ലാം പറഞ്ഞത്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സപ്ലിമെൻ്ററി ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അഡ്മി ജോസഫ്, പുള്ളി വന്നിട്ടില്ല, വീട്ടിലുണ്ട്. യാത്ര ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വരാതെ. പുള്ളി നേവിയിലായിരുന്നു, റിട്ടയർഡായി. ഇപ്പോൾ ചെറിയൊരു സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എൻ്റെ മൂത്ത മകൾ ഏഞ്ചില 12th കഴിഞ്ഞു. എൻട്രൻസ് എഴുതി കിട്ടിയില്ല, അടുത്ത ഒരു വർഷം കൂടെ എഴുതാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ ഏബൽ ജോസഫ് നവജീവൻ വിദ്യാലയം 11th സ്റ്റാൻഡേർഡിൽ പഠിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി. താങ്ക് യു. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. നേരത്തെ റിപ്പോർട്ടിംഗ് വേളയിൽ പറഞ്ഞതുപോലെ കണ്ണൻകുഴി ഫാമിലി ഓർഗനൈസേഷൻ എന്നുള്ളൊരു ട്രസ്റ്റ് നമ്മൾ രൂപവൽക്കരിക്കുകയാണ്. അതിന് ആ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്കൊരു ഭീമമായ തുക ആവശ്യമുണ്ട്. അപ്പോൾ മാസവരിയായും സംഭാവനയായും ഈ കുടുംബത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു ഫോം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ സമയം വിതരണം ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള തുകകൾ രേഖപ്പെടുത്തി അത് ബന്ധപ്പെട്ടവർക്ക് തന്നെ ഏൽപ്പിക്കുക. ഈ അവസരം ഈ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിന് ബന്ധപ്പെട്ട അനുവിനെയും അഖിലെയും അതിന് ചുമതലപ്പെടുത്തുന്നു. അത് നിങ്ങൾ വേണ്ട വിധം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കുക. അടുത്ത കുടുംബം റീജ പിയേഴ്സൺ ആൻഡ് ഫാമിലി. സഖറിയ റീന പിയേഴ്സൺ ആൻഡ് ഫാമിലി. ഇപ്പോൾ പരിചയപ്പെട്ട ഫാമിലിയുടെ സിസ്റ്ററാണ് ഈ വരുന്നത്. സഖറിയ സഫീറ ദമ്പതികളുടെ ആദ്യ പുത്രൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ ആദ്യ പുത്രൻ തോമസ് ജോഷുവ റോസ്ലി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ ജോൺ പിയേഴ്സൺ റൂബി ദമ്പതികളുടെ 2ാമത്തെ മകൾ റീന സാം ആൻഡ് ഫാമിലി. കണ്ണൻകുഴി ഫാമിലിയുടെ ഈ 2ാമത്തെ ഗെറ്റ് ടുഗദറിന് ഞങ്ങൾക്കും വന്ന് പങ്കെടുക്കുവാനും എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ റീന പിയേഴ്സൺ. എൻ്റെ ഹസ്ബൻഡ് എഡ്വിൻ സാം. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ജോഹന്ന +2 പഠിക്കുന്നു. മകൻ ജോയൽ വർഗീസ്, അവൻ നവദീപ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം എന്തായാലും യാത്ര കഴിഞ്ഞ് എത്തതേ ഉള്ളൂ, വീട്ടിലുണ്ട്. ഇനി അടുത്ത സംഗമങ്ങളിലെല്ലാം ഇനി നമുക്ക് പിന്നെയും കാണാനുള്ള പ്രതീക്ഷയോടെ എൻ്റെ നന്ദി വാക്കുകൾ അറിയിക്കുന്നു. അടുത്ത കുടുംബം അശോക് കുമാർ ആൻഡ് ഗേളി ഫാമിലി. മകൻ സോളമൻ പ്രസീന ദമ്പതികളുടെ മകൾ 3ാമത്തെ മകൾ ആനി ജോയ്സ് പീറ്റർ ദമ്പതികളുടെ 5ാമത്തെ മകളാണ് അനിത പീറ്റർ അല്ലെങ്കിൽ കേളി എന്ന് വിളിക്കുന്ന ഈ കുടുംബം. എൻ്റെ പേര് അശോക് കുമാർ. കുന്നത്തുകാലാണ് താമസം. കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ ഭാര്യ അനിത പീറ്റർ. വെള്ളാട ഗവൺമെൻറ് UPSൽ വർക്ക് ചെയ്തു.
ഇത് എൻ്റെ ഏക മകൾ +1 ഇപ്പോൾ പഠിക്കും. മോളുടെ പേര് അനന്യ. താങ്ക് യു. സക്കറിയ സഫീറ ദമ്പതികളുടെ 6ാമത്തെ മകൻ ജോന അമയമ്മ ദമ്പതികളുടെ 2ാമത്തെ പുത്രൻ ഷിബു ഫാമിലി. എൻ്റെ പേര് ഷിബു. ഞാൻ യോന അപ്പൂപ്പൻ്റെ മൂത്ത മകൻ സ്റ്റീഫൻ്റെ 2ാമത്തെ മകനാണ് ഞാൻ. ഇതെൻ്റെ മൂത്ത മകൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. 2ാമത്തെ മകൾ ഷിലു, അവൾ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് വന്നിട്ടില്ല. ഇതാണ് എൻ്റെ കുടുംബത്തെ. സഭ ചേച്ചി സിനോയും ഫാമിലി. സക്കറിയ സഫീറ ദമ്പതികളുടെ മകൾ റെബേക്ക അവരുടെ മകൾ ഹൊസീമയുടെ മകൾ സരള, അവരുടെ മകൻ സിനോയ് ഫാമിലി. അമ്മയെ പരിചയപ്പെട്ടല്ല. അമ്മയുടെ മൂത്ത മകൻ കണ്ണൻകുഴിയിലെ റബേക്ക അമ്മയുടെ മകൻ ഹൊസിയമ്മയുടെ 6ാമത്തെ മകളാണ് സർല. സർലയുടെ 1ാമത്തെ മകൻ ഞാൻ, എൻ്റെ ഭാര്യ ആശ, 2 മക്കൾ. എനിക്ക് അനിയനുണ്ട്. അവൻ ദുബായിലാണ്, ഇല്ല. ഞാൻ ജോലി ചെയ്യുന്നത് കല്ലൂർ ജംഗ്ഷനിലിരിക്കുന്ന ബാങ്കിലാണ്. അടുത്ത കുടുംബം പിയേഴ്സൺ ലാൽ ആൻഡ് ഫാമിലി. ഞാൻ പാത്രം പറഞ്ഞല്ലോ, ഞാൻ കളിക്കാണ് വലിയൊരു ഞാൻ പേപ്പറാണ്. സ്റ്റീഫൻ സെൽവി ഫായ് കുടുംബം. സഫീറ ദമ്പതികളുടെ 4ാമത്തെ മകൻ്റെ മൂത്ത മകൻ ഭാര്യയാണ് ഞാൻ. എൻ്റെ കുടുംബം. അടുത്ത കുടുംബം റേച്ചൽ ജെയിംസ് ആൻഡ് ഫാമിലി. മനുവൽ കുഞ്ഞന്ന ദമ്പതികളുടെ 2ാമത്തെ മകൾ ചെല്ലമ്മ രാജദാസ് ആൻഡ് രാജദാസ്, അവരുടെ മക്കളാണ്. ഇന്ന് ഈ 2ാമത്തെ കണ്ണൻകുഴി ഫാമിലിയുടെ ഈ കുടുംബ സംഗമത്തിൽ ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഏവർക്കും കടന്നു വരുവാൻ ഇടയാതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ മാനുവൽ സക്രിയയുടെ ഏക മകൾ ചിലമ്മ രാജദാസ്, മേജർ ചിലമ്മ രാജദാസിൻ്റെ 4 പെൺമക്കളാണ്. 2ാമത്തെവിടെ ഞങ്ങളെ വീട്ടുമാറ്റത്തിൽ കടന്നുപോയി. ഞങ്ങൾ ബാക്കി 3 പേര് ജീവനോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ മക്കളും സഹോദരങ്ങളുമാണ്. ഞങ്ങളെ മൂത്ത ചേച്ചി അൻപാലിക്കും അവരുടെ മകൾ. എൻ്റെ പേര് ലുട്ടിന അറിയോ. ഞാൻ കായംകുളം ഗേൾസ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 3ാമത്തെ മകൾ മേരി റോസ്. ഞാൻ ജോലിയൊന്നുമില്ല. എനിക്ക് 2 ആൺകുട്ടികൾ, അവരും വന്നിട്ടില്ല, ഭർത്താവും വന്നിട്ടില്ല. ഞാൻ ഇത്രയാണ്. 4ാമത്തെ മകൾ റൈച്ചൽ ജെയിംസ്, എൻ്റെ ഭർത്താവ് അപ്പു ജോൺ. 3 മക്കളാണ് ഞങ്ങൾക്ക്. ബ്രിൻലു ജോൺ, ഷിംലു ജെയിംസ്, ജില്ലു മാനുവൽ. 2ാമത്തെ മകന് സുഖമില്ലാത്തതിനാൽ ഭർത്താവും മകനും കടന്നു വന്നിട്ടില്ല. ഇതാകുന്നു ഞങ്ങളുടെ ഫാമിലി. റാഖേൽ എന്നാണ്, സഖറിയ റാഖേൽ. സഫീർ എന്നുള്ള പേര് ഇപ്പോൾ കേൾക്കുന്നത്. അടുത്ത കുടുംബം നിതിൻ കെ ബാബു. ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് നിതിൻ കെ ബാബു. ഞാൻ ലിങ്ക് പറഞ്ഞല്ലാതെ വിടുന്നില്ല. ലിങ്ക് എനിക്കറിയില്ല. സക്കറിയ സഫീറ ദമ്പതികളുടെ 7ാമത്തെ മകൻ ജോയൽ ലില്ലി ദമ്പതികളുടെ 5ാമത്തെ പുത്രൻ ബാബു വസന്ത ദമ്പതികളുടെ 2ാമത്തെ പുത്രൻ. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെയാണ് താമസം. അമ്മ റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റാണ്, ട്രഷറിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഡെന്റിസ്റ്റാണ്. എനിക്ക് സ്വന്തമായിട്ട് ട്രിവാൻഡ്രത്തൊരു ക്ലിനിക്കുണ്ട്. എൻ്റെ വൈഫ് ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചി ഹൗസ് വൈഫാണ്.
എൻ്റെ ബ്രദറിലോ ദുബായിൽ വർക്ക് ചെയ്തു, അവർക്കൊരു കൊച്ചു മോളുണ്ട്. ഇതൊക്കെയാണ് ഫാമിലി ഡീറ്റെയിൽസ്. മഞ്ജു ഷാജി ആൻഡ് ഫാമിലി. റബേക്ക അവരുടെ മകൾ പൊസിയമ്മ ഡേവിഡിന്റെ മകൾ ശാരിക രാജാമണി ദമ്പതികളുടെ മകൾ മഞ്ജു ആൻഡ് ഫാമിലി. രണ്ടാം കുടുംബ സംഘം വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ പേര് ഷാജി എന്നാണ്. മഞ്ജു വിസ്റ്റം അക്കാഡമി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ നടത്തുന്നു. മകൾ ദിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാർമൽ സ്കൂളിൽ. ഡോർക്കോസ് വല്യമ്മ. ഡോർക്കോസ് വല്യമ്മ. ഹല്ലേലൂയ, ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇതിൽ വന്നു ചേരാനിടെ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെ എൻ്റെ മോള് മാത്രമേ വന്നിട്ടുള്ളൂ. എൻ്റെ ആൺമക്കളൊക്കെ അവരൊക്കെ ഗൾഫിൻ്റെ പ്രദേശത്താണ്. എന്നാലും എല്ലാ വിശേഷങ്ങളും അവരറിയുന്നുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വന്ന് കാരണം ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. കുഞ്ഞന്ന ദമ്പതിയുടെ മൂത്ത മകൻ സാമുവൽ വല്യപ്പന്റെ മകളാണ് ഇപ്പോൾ സംസാരിച്ചത്. സോറി, വൈഫാണ്. സാമുവൽ അവരുടെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത്. അടുത്ത കുടുംബം ജേക്കബ് വല്യപ്പൻ, ജേക്കബ് ആൻഡ് ഫാമിലി. 5ാമത്തെ മകനാണ്, സോറി 6ാമത്തെ മകനാണ് ജേക്കബ്. സക്രിയ സുബേദാറിന്റെ രണ്ടാമത്തെ മകൻ മനുവേൽ എന്ന് പറയുന്നതിന്റെ 6ാമത്തെ മകനാണ് ഞാൻ. മനുവേൽ, കണ്ണൻകുഴി മനുവേൽ. സക്രിയ സുബേദാറിന്റെ 2ാമത്തെ മകൻ മനുവേലിന്റെ 6ാമത്തെ മകനാണ് ഞാൻ. 6ാമത്തെ മകൻ. ഭാര്യ എൻ്റെ മൂത്ത മകൻ ഷാജി ജേക്കബ്. നമുക്കെല്ലാവർക്കും നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കണ്ട് സന്തോഷിപ്പാൻ ഒരു നല്ല സമയം ദൈവം തന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആമേൻ. ഷീഖ് ആൻഡ് ഫാമിലി. ഇതിൻ്റെ 2ാം കുടുംബ സംഘത്തിന് ഏവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ ഫാമിലി ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ഇവിടെ പറഞ്ഞല്ലോ. സക്കറിയ ദമ്പതികളുടെ ജോഷോപ്പ് 6ാമത്തെ പുത്രി, യമിയമ്മ സുമരമ്മയുടെ 3ാമത്തെ മകൻ. മൂത്ത 2 സഹോദരിമാരുടെ മക്കൾ കൂടെ വന്നിട്ടുണ്ട്. ഇളയ 2 സഹോദരിമാരും കുടുംബവും കൂടെ വന്നിട്ടുണ്ട്. മകൾ വന്നിട്ടില്ല, ഭാര്യ വന്നിട്ടില്ല. 2ാമത്തെ വന്നിട്ടുണ്ട്. +2 പഠിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബം. നമസ്കാരം. ഞങ്ങൾ ഫാമിലി ബന്ധം പറഞ്ഞു കാണും, നമുക്ക് വലിയ പിടുത്തമില്ല. എൻ്റെ പേര് ജയരാജ്. യോന അപ്പൻ്റെ 2ാമത്തെ മകനായ ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകനാണ്. കുറുപ്പ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, പഴയ ബന്ധമാണ്. ഇത് ശാന്തി, എൻ്റെ ഭാര്യ. ഇത് മകൾ ഒരാളേ ഉള്ളൂ, അനു എസ് ജയരാജ്. ഇത് സഹോദരിയാണ്. പിന്നെ അമ്മയുണ്ട്. അമ്മ ദേവാസ്വസ്ഥയാണ്, വന്നിട്ടില്ല. ഞങ്ങൾ കണമുലയാണ് താമസിക്കുന്നത്. റബേക്ക അവരുടെ മകൾ പൊസിയമ്മ ഡേവിഡിന്റെ 3ാമത്തെ മകൻ വത്സൻ സുജാത ദമ്പതികളുടെ മകൾ ആതിര കുടുംബം. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്താണ് വത്സന്റെ ഒരേ ഒരു മോളാണ് ഞാൻ. എൻ്റെ അമ്മയും സുജാത, അമ്മയുടെ കല്യാണം താമസിക്കുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ താമസിക്കുന്ന പൂജപ്പുര. എൻ്റെ ഭർത്താവ് കെവിൻ. ഹലോ, ഞാൻ കെവിൻ. ഞാൻ ടെക്നോളജി UST ഗ്ലോബൽ കമ്പനിയിലെ എഞ്ചിനീയർ വർക്ക് ചെയ്യാം. ഞാൻ താമസിക്കുന്നത് പൂജപ്പുര പട്ടവള. ഇത്രയേ ഉള്ളൂ. സക്കറിയ സഫീറ ദമ്പതികളുടെ മകൾ റബേക്ക അവരുടെ മകൾ പൊസിയമ്മ ഡേവിഡിന്റെ 6ാമത്തെ പുത്രി, 4ാമത്തെ പുത്രി
ശോഭന വിൽസൺ കുടുംബം. സഖറിയ സബീന ദമ്പതിമാരുടെ പെൺമക്കളിൽ മൂത്ത മകൾ റബേക്ക അമ്മൂമ്മയുടെ മൂത്ത മകൾ മുസിയമ്മ ഡേവിഡിൻ്റെ നാലാമത്തെ മകൾ ശോഭന, എൻ്റെ ഹസ്ബൻഡ് വിൽസൺ, എൻ്റെ മൂത്ത മകൾ ബിനോയ് വിൽസൺ, എൻ്റെ വൈഫ് ദീപ വിൽസൺ. ഒരു ഇളയ മോനുണ്ട്, അവൻ വന്നിട്ടില്ല. പിന്നെ വിൽസൺ, ഭാര്യ നാൻസി. ഇത് ചെറുമകൾ ടിയ വിൽസൺ. സഖറിയ സഫീറ ദമ്പതികളുടെ മകൾ റബേക്ക അവരുടെ മകൾ സുമുഖി അവരുടെ മകനാണ് രാജേഷ് KK, രതീഷ് KK, കുട്ടൂസിനെന്ന് വിളിക്കും. സുഖി എന്ന് പറയുന്ന എൻ്റെ അമ്മ, അമ്മയ്ക്ക് ചില ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അമ്മ വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്മയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത ചേട്ടന് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണ്ടായിരുന്നു, അവനും വന്നില്ല. ഇപ്പോഴുള്ളത് ഏറ്റവും ഇളയവനാണ്, എൻ്റെ പേര് നിതീഷ്. ഇതെൻ്റെ നേരെ മൂത്ത ചേട്ടൻ, പേര് രാജേഷ്. നമ്മളങ്ങനെ 5 പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ. പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് നമ്മുടെ കുടുംബം ഇഷ്ടമുണ്ടെങ്കിൽ ക്ലാസ് കൊടുക്കാം എല്ലാവരും. ശാരിക ഫാമിലി എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഈ വീട്ടിൽ തന്നെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഫാമിലിയെ പറ്റി പറയാനുള്ളൂ, അവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെൻ്റെ മോൻ്റെ മോളാണ്, നിവേദ മനോജ്. അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ എത്തിയിട്ടില്ല, മോൻ പഞ്ചായത്തിൽ ഭംഗിയിൽ ജോലി ചെയ്യുന്നു, ബൈക്കിൽ ജോലിയില്ല. ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാൻ റിട്ടയർഡാണ്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, റിട്ടയർഡായിട്ട് 7 വർഷമായി. കുഴപ്പമൊന്നുമില്ല. വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത കുടുംബം നിർമ്മൽ PG ആൻഡ് ഫാമിലി. സഖറിയ സഹീറ ദമ്പതികളുടെ മകൾ എലിസബത്ത് ആൻഡ് ജോസഫ് അവരുടെ മകൾ, ഏക മകൾ ഗ്രേസ് ആൻഡ് പത്രോസ് അവരുടെ 5ാമത്തെ മകൻ. ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഗ്രേസി എന്ന് പറയുന്ന ഞങ്ങൾ ഇരുമ്പിലാണ് താമസം, നെയ്യാറ്റിക്കര. ഗ്രേസി പത്രോസ് അവർക്ക് ഒരു 5ാമത്തെ മകനാണ് ഞാൻ. എനിക്ക് ഒരു ബ്രദറും 4 സിസ്റ്റേഴ്സുണ്ട്. എൻ്റെ വൈഫ് ഡോക്ടർ ഷീബ പൂജപ്പുര WMCയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ടെലികോമിലെ GM ആണ്. എൻ്റെ മൂത്ത മകൻ റൈജോ നിർമ്മൽ ബിടെക് പഠിക്കുന്നു, GT എഞ്ചിനീയറിംഗ് കോളേജിൽ. മകൾ +2, റൈബ നിർമ്മൽ. ഇതാണ് എൻ്റെ കുടുംബം. താങ്ക്സ്. നാട് കേശവവത്സരം പാർവത്തോളം വിദേശത്താണ് താമസം. എൻ്റെ ഭാര്യ K. ഷംല, മൂത്ത മകൻ ഷിജിൻ GS +1, മകൻ ഷിജോ GS 1ലാണ് പഠിക്കുന്നത്. സഖറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോന ഏമി ദമ്പതികളുടെ 3ാമത്തെ മകൻ ചെല്ലപ്പൻ ബെൽസമ്മ അവരുടെ 2ാമത്തെ മകൻ ചന്ദ്രബാബുവിന്റെ കുടുംബത്തിലെ ഇളയ മകൻ. എൻ്റെ പേര് സിബി. എൻ്റെ വീട് കുമാരപുരത്താണ്. എൻ്റെ പപ്പയുടെ പേര് മോഹൻദാസ്, ശോഭന. പിന്നെ എൻ്റെ ചേട്ടന്മാരുണ്ട്. ഒരാൾ കൊച്ചി വൈവാവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ആളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ളത്. അടുത്ത കുടുംബം ബിർള ആൻഡ് ഫാമിലി. സഖറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൾ ചെല്ലമ്മ ജോൺസൺ അവരുടെ മൂത്ത മകൾ ബിർള ബാബു, മൂത്ത മകൻ ബിനോയ് ബാബു ഫാമിലി. എല്ലാവർക്കും വന്ദനം. ഈ 2 സംഗമ
ത്തിനും പങ്കെടുക്കുവാനൊക്കെ വേണം. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് നാം പറയുന്നു. എൻ്റെ പേര് ബിർള. സക്രിയ അപ്പൂപ്പൻ്റെ കൊച്ചുമോൾ എന്ന് പറയുവാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ സക്രിയ അപ്പൂപ്പൻ്റെ മൂത്ത മകനായ മാസ്റ്റർ ജോഷയുടെ മകള് ചെല്ലയുടെ മൂത്ത മകളായ ബിർള. ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് അറിയാം. ബിർള, സർല, ബിംല, രമില, പമില, ഹെമില. ഞാൻ PWDയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് സാമുവൽ ബാബു കൊച്ചിൻ റിഫൈനറിയിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. 2 ബൈപ്പാസും 1 സ്റ്റെൻറ്റും കഴിഞ്ഞ ആളാണ്. യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എന്നേക്കാളും താല്പര്യം എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ ബിനോയ്, അവൻ MBA കഴിഞ്ഞ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. മകൻ്റെ ഭാര്യ ജിജി തോമസ് കാനറ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ്. എറണാകുളം. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. 2ാമത്തെ മകൻ ബിജോയ് ബാബു ഫാമിലിയായിട്ട് ബെഹറിൽ താമസിക്കുന്നു. മകൻ്റെ ഭാര്യ ഡോക്ടർ MC. 3ാമത്തെ മകൻ ബിടെക് കഴിഞ്ഞ് MBA ചെയ്യുന്നു, ചെന്നൈയിലാണ്. അതായത് ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ വന്നുള്ളൂ. പിന്നെ എൻ്റെ എല്ലാത്തിനും ഇളയ സഹോദരിയും ഫാമിലിയും വന്നിട്ടുണ്ട്. അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫാമിലിയിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി 91 വയസ്സുണ്ട്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അമ്മച്ചി കൊണ്ടുവരാൻ. പക്ഷേ ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. ബാക്കി സഹോദരങ്ങളൊക്കെ ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അടുത്ത വർഷവും സംബന്ധിക്കുവാൻ വേണ്ടുന്ന ആയുസ്സും ആരോഗ്യവും നൽകണമേ എന്ന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് താങ്ക് യു. സഫീറ ദമ്പതികളുടെ മകൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൾ എമ്മി ദാസ് ദമ്പതികളുടെ മകൾ 5ാമത്തെ മകൾ ഷെർലി അവരുടെ കുടുംബം. കണ്ണാങ്കുഴി ഫാമിലി സംഗമത്തിലെ ഈ 2ാം വാർഷികത്തിൽ കടന്നു വരുവാൻ ഇടയായതിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹബന്ധം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ കണ്ണാങ്കുഴി ഫാമിലിയിലെ ഒരു നേരിട്ട അംഗമല്ല. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭാര്യയാണ് കണ്ണാങ്കുഴി ഫാമിലിയിലെ യഥാർത്ഥ ആള്. ഞാൻ വിവാഹം കഴിച്ചു എന്ന ഒരു പേരിൽ ഇതിൻ്റെ അംഗമായിട്ട് എൻ്റെ പേര് ജാക്സൺ എന്നാണ്. ജാക്സൺ. ഞാൻ ഒരു സുശിക്ഷ പ്രവർത്തനത്തിലായിട്ടുള്ളൂ. എൻ്റെ ഭാര്യ ഷേർലി. ഇതെൻ്റെ മൂത്ത മകൾ ജെൻസി എവിലിൻ ജാക്സൺ. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇത് 2ാമത്തെ മകൻ ജിജോ യൂജൻ ജാക്സൺ. ഇപ്പോൾ ജോഷുവപ്പന്റെ 6ാമത്തെ മകൾ ഏനിയമ്മളുടെ 5ാമത്തെ മകളാണ് ഞാൻ. സഹോദരനാണ് ഷീക്ക്. സക്രിയ സമീര ദമ്പതികളുടെ മൂത്ത മകൾ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൾ എമി ദാസ് അവരുടെ 2ാമത്തെ മകൾ ഷീജ സുനിൽ ദമ്പതികളുടെ മൂത്ത മകളും കുടുംബം. എൻ്റെ പേര് അഞ്ജു. ഇത് ഹസ്ബൻഡ് ബിജു, മോള് ഹന്ന. ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. മമ്മി അനിയത്തിയൊന്നും വന്നില്ല. മമ്മിയുടെ പേര് ഷീജ, എൻ്റെ അനിയത്തിയുണ്ട് അർഷ. ഡാഡിയുടെ പേര് സുനിൽ എന്നാണ്. ഞങ്ങളെ മാത്രമേ എത്തിയിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. സക്രിയ സഫീറ ദമ്പതികളുടെ 2ാമത്തെ മകൻ മാനുവൽ കുഞ്ഞന്ന ദമ്പതികളുടെ മൂത്ത മകൾ ചെല്ലമ്മ രാജദാസ് അവരുടെ 2ാമത്തെ മകൾ കുഞ്ഞന്ന റാൻസം ബാബു അവരുടെ 2ാമത്തെ മകൻ
ഷിജു കെ ബാബു കുടുംബം. എൻ്റെ പേര് ഷിജു എന്നാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 4 വർഷമായി. ഞങ്ങൾ ഫാമിലി പറഞ്ഞാൽ 4 കണ്ണാണ്. എൻ്റെ ഭാര്യ രവി, എൻ്റെ മോള് 2 വയസ്സായി. ദേവനന്ദൻ എന്നാണ് പേര്. ചേട്ടനുണ്ട്, ചേട്ടനാരും വന്നിട്ടില്ല. അച്ഛനുണ്ട്, അനിയനുണ്ട്, അവരാരും വന്നിട്ടില്ല. നെല്ലിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ജോലി ഡ്രൈവറാണ്. സക്കറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൻ ചെല്ലമ്മ ജോൺസൺ അവരുടെ 6ാമത്തെ മകൻ ഹെമില കുടുംബം. ദമ്പതികളുടെ 3ാമത്തെ മകനായ ജോഷുവ ഫസ്റ്റ്, 5ാമത്തെ മകന്റെ 6ാമത്തെ മകനാണ് ഞാൻ. ഇത് 4ാമത്തെ മകളുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. രമില എന്നാണ് പേര്. അവരെ രമില ബിനോയ്. 7 മകൾ ബിനില, മകൻ ബിനോമൽ. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഹസ്ബൻഡ് സൈമൺ എലക്ട്രിസിറ്റി എൻഡി മിസി സൈമൺ +1 പഠിക്കുന്നു. മകൻ ഏബൽ സൈമൺ 7ാം ക്ലാസ് പഠിക്കുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയിലും ഈ അടുത്ത സമൂഹത്തിൽ വരുവാൻ കണ്ണക്കുഴി കെ ജെ രാജു സുമം അവർ കുടുംബം. ജോയൽ ലില്ലി ദമ്പതികളുടെ ഏറ്റവും ഇളയ മകൻ കെ ജെ രാജു സുമം ദമ്പതികളുടെ കുടുംബം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ എന്നാണ്. എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ കണ്ണൂർ കുടുംബത്തിലെ ജോയൽ സഖിയുടെ ഏറ്റവും ഇളയ മകനായ ജോയൽ രാജുവിൻ്റെ 2ാമത്തെ മകൾ രേഷ്മയാണ്. ഞാൻ നേഴ്സാണ്. ഞാൻ SUT ഹോസ്പിറ്റൽ പട്ടത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ മാതാവ് സുമം, എനിക്ക് സഹോദരിയുണ്ട്. മൂത്തത് റോഷിനി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിലാണ്. ചില കാരണങ്ങളാണ് വരാൻ പറ്റിയില്ല. എന്നാലും കുടുംബ സമൂഹത്തിൽ വരാൻ പറ്റാൻ സാധിച്ചത് ഞാൻ നന്ദി പറഞ്ഞു. സക്കറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോഷുവ അന്നമുത്തു ദമ്പതികളുടെ മകൾ എമി ദാസ് അവരുടെ ഏറ്റവും ഇളയ പുത്രി ഷെറിൻ ആൻഡ് ഫാമിലി. എല്ലാവർക്കും എൻ്റെ സ്നേഹമുണ്ട്. ഞാൻ 1666 ആണ് എൻ്റെ കോഡ്. മൂത്ത ജോഷ പാസ്റ്ററുടെ 6ാമത്തെ മകളുടെ 6ാമത്തെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ഇളയ ആണ്. പിന്നെ എൻ്റെ മൂത്ത മകൾ ആദിത്യ സതീഷ്. ഇത് എൻ്റെ 2ാമത്തെ മകൾ അതുല്യ സതീഷ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ 2ാമത്തെ മകൻ നിതിൻ. ഇവര് വന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും വന്നിട്ടില്ല. ഞങ്ങൾ കരുമനയാണ് താമസം. ഞാൻ ഹൗസ് വൈഫാണ്. സക്കറിയ സഫീറ ദമ്പതികളുടെ മകൻ ജോന എമ്മി അവരുടെ മൂത്ത മകൻ സ്റ്റീഫൻ ആൻഡ് സെൽവി ബായ് ദമ്പതികളുടെ 3ാമത്തെ പുത്രൻ ലോറൻസ് ആൻഡ് ഫാമിലി. ലോറൻസ് സ്റ്റീഫൻ കുടുംബം. കണ്ണക്കുഴി കുടുംബത്തിലെ സ്റ്റീഫൻ മകൻ സ്റ്റീഫൻ മകൻ ബാബു സ്റ്റീഫൻ. ഷെർലി വൈ. കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളൊരാൾ വരക്കോണം മെഡിക്കൽ കോളേജിൽ 8ാം വർഷം പഠിക്കുന്നുണ്ട്. 2ാമത്തെ കുഞ്ഞ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 2 പേരും വന്നിട്ടില്ല. ഞങ്ങൾ പാലോട് താമസിക്കുന്നു. സംഗമത്തിൽ സംബന്ധിക്കാൻ അവസരം തന്നെ നന്ദി പറയുന്നു. അടുത്ത കൂടെ കൊല്ലം ദൈവം സഹായിക്കട്ടെ. അടുത്ത കുടുംബം ഷാനി ആൻഡ് ഫാമിലി.